നമസ്കാരം. എത്തിയോ ഇന്നലെയും വോട്ട് ചോദിക്കാൻ? കരയാത്ത കൊച്ചിനെ നുള്ളി കരയിപ്പിച്ചും ചോറ് വേണ്ടെങ്കിലും അതിന്റെ വാക്യാത്ത കൊണ്ട് കുട്ടി തിരിവിയും എന്റെ വോട്ട് തന്നാൽ മാത്രം മതി ചേച്ചി എന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിലും സീരിയലിലും നാടകത്തിലും കണ്ടിട്ടുള്ള സെയിം സ്റ്റൈല്. എത്ര തന്നെ ഇവർ വന്നാലും ഇവർ ഈ സ്റ്റൈല് മാറ്റിപ്പിടിക്കാൻ ഒട്ടും തയ്യാറല്ല. പക്ഷേ അങ്ങ് കോട്ടയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അങ്ങ് നാടൻ ശൈലിയിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുകയാണ് നമ്മുടെ ചാണ്ടിച്ചൻ. ഇപ്പോ നമ്മുടെ പുതുപ്പള്ളിയിലെ ഗ്രാമാന്തരങ്ങളിൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. ആ ശബ്ദം ഏതാണെന്ന് കേൾക്കണ്ടേ? നേരം പുലരുമ്പോഴേ തുടങ്ങും ഈ സൗണ്ട്. ഇത് മറ്റാരുടെ അല്ല, നമ്മുടെ ചാണ്ടിച്ചന്റെ സൈക്കിളിലെ സൗണ്ടാണ് കേട്ടോ. നമ്മുടെ ചാണ്ടിച്ചൻ ഒന്ന് വ്യത്യസ്തനാവുകയാണ്. ചാണ്ടിച്ചന് വോട്ട് പിടിക്കാൻ വേറെ ആരും വേണ്ട, ചാണ്ടി ഉമ്മൻ മാത്രം മതി. ആ ചാണ്ടിച്ചന് വോട്ട് അത് ഷ്യൂറിറ്റി ഉള്ള വോട്ടാണ്, 100% ഉറപ്പ്. ചാണ്ടി ഉമ്മനോട് വൈരാഗ്യമുള്ളവർ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചാണ്ടി ഉമ്മ താങ്കൾക്ക് പുതുപ്പള്ളി അല്ലാതെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കാനുള്ള ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ എന്ന്. ഉറപ്പായി നിൽക്കാമെന്ന് ആ വെല്ലുവിളി ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തു. പക്ഷെ പാർട്ടി പറഞ്ഞു, വേണ്ട ചാണ്ടി വേണ്ട, നമുക്ക് ഈ പുതുപ്പള്ളിയിൽ നിൽക്ക്, എന്നിട്ട് മതി നമുക്ക് മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് പോകുന്നത്. അല്ല, ഇതിപ്പോ ചാണ്ടി ഉമ്മൻ പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും പുതുപ്പള്ളിക്കാർക്ക് ചാണ്ടി ഉമ്മനോ ഉമ്മൻചാണ്ടിയോ അല്ലാതെ വേറൊരു പേരുമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ചില മണ്ഡലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ചില നേതാക്കളെ മാത്രമേ നമുക്ക് ഓർമ്മ വരികയുള്ളൂ. അതിലൊന്ന് തന്നെയാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് മാത്രമേ എല്ലാവർക്കും ഓർമ്മ വരൂ. ഇപ്പൊ അതല്ല, ചാണ്ടി ഉമ്മൻ എന്ന പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ഗ്രാമാന്തരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിളിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ കറക്കം. വെറും കറക്കമല്ല കേട്ടോ, ഗ്രാമാന്തരങ്ങളിൽ അമ്മമാരെയും അമ്മൂമ്മമാരെയും ഒക്കെ കണ്ട്, കുഞ്ഞു കുട്ടികളെയും കണ്ട് അവരെ സ്കൂളിലും പറഞ്ഞയച്ച് ഒക്കെയായി അങ്ങനെ ചാണ്ടി ഉമ്മൻ ഓടടാ ഓട്ടമാണ്. കഴിഞ്ഞ തവണയൊക്കെ വോട്ട് ചോദിച്ചത് ഓടിപ്പോയി വോട്ട് ചോദിക്കുകയാണ് ചെയ്തതെങ്കിൽ ഇത്തവണ അത് സൈക്കിളിലാണ്. എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഈ രീതി എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നൂറ്റാണ്ടുകളുടെ അതായത് സമൂഹ മാധ്യമവും ഈ പറഞ്ഞ കിങ്കരന്മാരും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾ ഇറങ്ങിയത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയത് ഇത്തരം സൈക്കിളിലായിരുന്നു വോട്ട് ചോദിച്ചിറങ്ങിയത്. അതേ പാത തന്നെയാണ് നമ്മുടെ ചാണ്ടി ഉമ്മനും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ വൈറലായിരിക്കുകയാണ്. എന്തായാലും ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ പുതുപ്പള്ളിക്കാർക്ക് പറയാനുള്ളത്, അത് ചാണ്ടി ഉമ്മന്റെ പേര് മാത്രം തന്നെയാണ്. എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വിലയിരുത്താം. അരനൂറ്റാണ്ട് കാലം ഉമ്മൻചാണ്ടി എന്ന ഒരേ ഒരു നേതാവിനെ മാത്രം നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മണ്ഡലം. 2023 അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി കോട്ട കാത്തു. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ലേബൽ ഉള്ളതുകൊണ്ട് മകൻ ചാണ്ടി ഉമ്മൻ പുഷ്പം പോലെ ജയിക്കുമെന്ന് പറഞ്ഞു, പുഷ്പം പോലെ ജയിച്ചു. എന്നാൽ അതിനുശേഷം ചാണ്ടി ഉമ്മൻ ഒരു വെല്ലുവിളിയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബലിനപ്പുറം ചാണ്ടി ഉമ്മൻ എന്ന ഒറ്റ പേരിൽ എത്തുക എന്നുള്ളത്. ചാണ്ടി ഉമ്മൻ എപ്പോഴും പറയും പിതാവിന്റെ മകൻ എന്ന് പറയും തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നുള്ളത്. എന്നാൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പപ്പയുടെ പാത പിന്തുടർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിതാവിന്റെ പാത പിന്തുടരുന്നുണ്ടെങ്കിലും ഒറ്റയായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ എന്നൊരു ഒറ്റ പേരിലേക്ക് എത്തിക്കാൻ ചാണ്ടിക്ക് നന്നായി തന്നെ കഷ്ടപ്പെടേണ്ടതുണ്ട്. കോട്ടയം ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പുതുപ്പള്ളിയിൽ പ്രത്യാശാസ്ത്രപരമോ ആക്രമോത്സകമോ ആയ രാഷ്ട്രീയത്തിന് ഇടമേയില്ല. പകരം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസന തുടർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരുതരം വികാര പ്രകടനമാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാരിൽ നിന്നും എപ്പോഴും ഉണ്ടാകാറുള്ളത്. പൂർണ്ണമായും ഗ്രാമീണ സ്വഭാവം ഇല്ലെങ്കിലും നേതാക്കൾ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കാണുകയും ചെയ്യണമെന്നതാണ് വോട്ടർമാരുടെ പ്രധാന ആഗ്രഹം. ഉമ്മൻചാണ്ടി എന്ന നേതാവ് 53 വർഷത്തോളം പുതുപ്പള്ളി മണ്ഡലത്തിൽ അവരെ പഠിപ്പിച്ചു കൊടുത്ത ആ രീതിക്ക് അപ്പുറത്തേക്ക് പുതുപ്പള്ളിക്കാർക്ക് ചിന്തിക്കാനേ അറിയില്ല. എന്തായാലും പുതുപ്പള്ളി മണ്ഡലത്തിൽ വെച്ചു പുലർത്തിയ പ്രവർത്തന രീതി തന്നെയാണ് ഇപ്പോഴും ചാണ്ടി ഉമ്മൻ കൊണ്ടു നടക്കുന്നത്. 1970 മുതൽ 2023 വരെ തുടർച്ചയായി 53 വർഷമാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇത്രയും അധികം കാലം ജയിച്ച മറ്റൊരു നേതാവേ ഇല്ല. 2006 CPMന്റെ സിന്ധു ജോയ്ക്ക് എതിരെ 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി വിജയിച്ചത്. തുടർന്ന് 2011 LDF സ്ഥാനാർത്ഥി സുജ സൂസൻ ജോർജിനെ 33,255 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഉമ്മൻചാണ്ടി പരാജയപ്പെടുത്തി. ഇത് പുതുപ്പള്ളി മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. 2016 LDFന്റെ ജേക്ക് സി തോമസ് ആണ് കളത്തിലിറങ്ങിയത്. എന്നാൽ 27,092 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു. അച്ഛനോടൊപ്പം നിന്ന് തോൽക്കാനും മകനോടൊപ്പം നിന്ന് തോൽക്കാനും ജേക്കിന് ഒരു ഭാഗ്യവും ലഭിച്ചു. 2021 വീണ്ടും ജേക്ക് സി തോമസ് തന്നെയാണ് ഉമ്മൻചാണ്ടിയോട് നേർക്കുനേർ ഏറ്റുമുട്ടിയത്. അന്ന്
സംസ്ഥാന വ്യാപകമായി അലയടിച്ച ഇടതു തരംഗത്തിൽ ഉമ്മൻചാണ്ടി തെല്ലൊന്ന് വിയർത്തു. എങ്കിലും ജയിക്കിനെ 9,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ ഉമ്മൻചാണ്ടി മണ്ഡലം നിലനിർത്തി. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മൻ UDF സ്ഥാനാർത്ഥിയായി. പുതുപ്പള്ളിയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും എല്ലാം അതിന്റെ അങ്ങേയറ്റം തുറന്നു കാണിച്ച വൈകാരികമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. ഇടത് സ്ഥാനാർത്ഥിയായ JC തോമസിനെ 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി ചാണ്ടി ഉമ്മൻ അന്ന് മണ്ഡലം കാത്തു. പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന തന്റെ പിതാവിന്റെ റെക്കോർഡ് ചാണ്ടി ഉമ്മൻ തിരുത്തി കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഓടി നടന്ന പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ചാണ്ടി ഉമ്മനെയാണ് കണ്ടത് എങ്കിൽ ഇത്തവണ സൈക്കിളിലാണ് അദ്ദേഹം ജനങ്ങളെ കാണുന്നത്. മാത്രമല്ല ഫ്ലക്സുകളും ബാനറുകളും പോസ്റ്ററുകളും എല്ലാം ഒഴിവാക്കിയാണ് ഇത്തവണ പ്രചാരണം എന്നതും ശ്രദ്ധേയമാണ്. ചുവരെഴുത്ത് മാത്രമാണുള്ളത്. അതായത് ഈ ബാനറും ഫ്ലക്സൊക്കെ എന്ന് വന്നടേ എന്ന ചോദ്യമാണ്. ചുവരെഴുത്തും സൈക്കിളിലെ പ്രചരണവും ഒക്കെയായി പണ്ടത്തെ അതേ വൈബ് പിടിക്കാൻ തന്നെയാണ് ചാണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഓർഗാനിക്കിനോട് ഇപ്പോൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടവും ആഗ്രഹവും അത് ചേർത്ത് പിടിക്കണം എന്നൊക്കെയാണല്ലോ. ചെലവ് ചുരുക്കിയുള്ള പ്രചരണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പുതുപ്പള്ളിയിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനൊക്കെ അല്ലാതെ പിന്നെ എന്തിനാണ് നമ്മൾ കൈയടിക്കുന്നത്? എന്തായാലും KM രാധാകൃഷ്ണനാണ് പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടി വികാരത്തിന് കുറവുണ്ടായാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. എന്നാൽ ആ വികാരം ഒരിക്കലും കുറയില്ല എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. മറുഭാഗത്ത് പുതുപ്പള്ളിയിൽ NDAക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാറില്ല. 2016-ൽ 15,993 വോട്ടുകൾ നേടിയ BJPക്ക് 2023-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 6,558 വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എന്ന കണക്കുമുണ്ട്. ഏതായാലും ഒട്ടും പിന്നോട്ടില്ല. ചാണ്ടിയുടെ ഈ വേറിട്ട വഴി, അങ്ങ് ചാണ്ടിയുടെ തനി വഴി, നല്ല സ്റ്റൈലൻ വഴി എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞെന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ എങ്ങനെയാ, ചാണ്ടിക്കാണോ വോട്ട് അതോ